ബാരിഉൽ മുസവ്വിർ, എല്ലാത്തിനെയും എല്ലാവരെയും പടച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. നമ്മെ സൃഷ്ടിച്ച് നിർത്തിയേക്കുകയല്ല, നമ്മുടെ സൃഷ്ടിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഖാലിഖായ റബ്ബ് തആല. ഖാലിഖ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരത് പറയുന്നുണ്ട്. ഒരു തവണ പടച്ച് ഇട്ടേക്കുകയല്ല, പിന്നെയും ആവശ്യമുള്ള സെല്ലുകൾ, കോശങ്ങൾ നമ്മുടെ തടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. നശിച്ചു പോകേണ്ടത് നശിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ക്യാൻസർ രോഗികളായി പോകും. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, വളരെ മനോഹരമായിട്ടാണ് അല്ലാഹു നമ്മെ പടച്ചത്. നമ്മെ പടച്ചതിൽ എവിടെയും അല്ലാഹുവിന് തെറ്റുപറ്റിയിട്ടില്ല. അല്ലാഹുവിന്റെ ഒരു കാര്യത്തിലും റബ്ബിന് തെറ്റുപറ്റിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു ചിലരെ ആണായി പടച്ചു, ചിലരെ പെണ്ണായി പടച്ചു. പെണ്ണായി പടച്ചവർക്ക് പെണ്ണായി ജീവിക്കലാണ് ഖൈർ. ആണായി പടക്കപ്പെട്ടവർക്ക് ആണായി ജീവിക്കലാണ് ഖൈർ. ഇന്നതല്ല, ആണായവന് പെണ്ണാകാൻ കൊതി അല്ലേ? ആണായവൻ ലിംഗമാറ്റം നടത്തി പെണ്ണായി ജീവിക്കുമെന്ന് പത്രസമ്മേളനം വിളിച്ച് പറയുന്ന ഒരവസ്ഥാവിശേഷണം. പെണ്ണായവള് പത്രാധിപന്മാരോട് ഞങ്ങൾക്ക് ആണാകണം, 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 പെണ്ണായിട്ട് സ്വാതന്ത്ര്യമില്ല, പെണ്ണായിട്ട് രാത്രി ചുറ്റിയിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല, പെണ്ണായിട്ട് സ്വാതന്ത്ര്യത്തിന് കുറവുണ്ട് എന്ന് പറയുന്നൊരവശേഷം, എന്ന് പറയുന്നൊരു കാലഘട്ടം. പെണ്ണായിട്ട് അവൾക്ക് രാത്രി റോട്ടിലിറങ്ങണം പോൽ, ആണായിട്ട് റോട്ടിലേക്ക് ഇറങ്ങണം, ആണായിട്ടൊരു പെണ്ണിനെ സ്നേഹിക്കണം, എന്നിട്ടൊരു മോഡൽ മഹിത, അവൾക്കൊരു മോഡൽ പുരുഷനാകണം. ആളുകൾക്കൊക്കെ ധൈര്യം കൊടുക്കാൻ പർദ്ദയിട്ട പെണ്ണ് എവിടെയോ തെറ്റിലേക്ക് ചാഞ്ഞു പോയിട്ടുണ്ട്. ഇസ്ലാമാണ് പെണ്ണിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത്. ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹ് കുഴിച്ചു മൂടപ്പെട്ടിരുന്ന പെണ്ണിന്, ആ പെണ്ണും മനുഷ്യനാണ്, അവർക്കും സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത റസൂലുള്ളാഹ് ആ ഹബീബ് തങ്ങളുടെ ഉമ്മത്തികളായിട്ട് ഇസ്ലാമിന്റെ ചിഹ്നയായ പർദ്ദയിട്ടിട്ട് ഇസ്ലാമിനെ കൊഞ്ഞനം കാട്ടുകയോ, നിന്നെ പെണ്ണായി പടച്ച റബ്ബിനോട് ധിക്കാരം കാണിക്കുകയോ, പെങ്ങളെ വലിയ മുസീബത്തിലാ, വലിയ ചതിയിലാ, നീ വലിയ വലിയ മോശത്തിലാണ്. നാലാടെ മുന്നില് കൂട്ടം കൂടി പർദ്ദയിട്ടിട്ട് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോ ഇസ്ലാമിനെയാണ് നീ കരിവാരി തേക്കുന്നത്. മുസ്ലിമത്തായ ഒരു ഉമ്മാക്കൊരു പെണ്ണിന് ഉള്ള സ്വാതന്ത്ര്യം ഒരൊറ്റ മതത്തിലും ഇല്ല. വലിയ സ്വാതന്ത്ര്യമാണ് അവൾക്ക്. പൊന്നുമോളായി വന്നാൽ ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗം വാങ്ങിച്ചു കൊടുക്കേണ്ടവളാണവൾ. ഉമ്മയായാൽ മക്കൾക്ക് സ്വർഗമാകേണ്ടവളാണവൾ. നിന്നെപ്പോലെ അല്ലാഹു ബഹുമാനിച്ചവർ ആരുണ്ട്? ഇസ്ലാമിനെ പോലെ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുത്തവരാരുണ്ട്? മുസ്ലിമത്തായ ഉമ്മ പെങ്ങളെ, നിങ്ങളെ അത്ര ഭാഗ്യവതികൾ ആരുണ്ട്? അത് തിരിച്ചറിയാതെ പോയാൽ വലിയ നഷ്ടമാണ്. ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് എവിടെയോ അബദ്ധം പറ്റുന്നുണ്ട്. നല്ല ശ്രദ്ധയോടെ നോക്കണേ. അല്ലാഹുവേ ഖൈർ നൽകണം. കുറച്ച് കൂട്ടാൻ പറ്റുമോ ഇതിലേക്ക്? അങ്ങനെ നമ്മെല്ലാവരെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിന് ശുക്റുള്ളവരായിട്ട് ജീവിക്കുന്നവരാകണം. നല്ലവണ്ണം നന്ദിയുള്ളവരാകണം.
പെണ്ണായത് കുറവല്ല, പെണ്ണാവുക എന്നുള്ളത് കുറവല്ല. ചില ആളുകൾക്കൊക്കെ മക്കളായ മറ്റുള്ളവർ ചോദിക്കും, ആണെത്ര പെണ്ണെത്ര, രണ്ടും പെണ്ണാണോ മൂന്നും പെണ്ണാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. ചോദിച്ചു പോകരുത്. പെണ്ണ് ബറക്കത്താണ്. യഹബു ലിമൻ യശാഉ ഇനാസാ. അല്ലാഹു ആദ്യം പറഞ്ഞത് പെണ്ണ് അല്ലാഹു ഗിഫ്റ്റായി കൊടുക്കുമെന്നാണ്. തഫ്സീറിൽ കാണാം, ആദ്യത്തെ കുഞ്ഞ് പെണ്ണ് ആയാൽ അവർക്ക് ബറക്കത്താണ്, കാവലാണ്, റഹ്മത്താണ്. രണ്ടാമത്തതായാലോ അതും ബറക്കത്താണ്. മൂന്നാമത്തതും പെണ്ണായാലോ അവർക്ക് സ്വർഗമാണ്. മൂന്നും പെണ്ണായതിന്റെ പേരിൽ നിന്റെ ഭാര്യയെ ആക്ഷേപിക്കരുത്. പെണ്ണ് വെറ്റവളെ നീ കളിയാക്കരുത്. പെണ്ണാ മൂന്നും പെണ്ണോ രണ്ടും പെണ്ണോ ആണില്ലേ? എന്തിനാണ് ആണ്? ഒരൊറ്റ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ദുആയിൽ അങ്ങനെയില്ല. ആൺമക്കളെ കൊണ്ടാ പെൺമക്കളെത്താ എന്ന ദുആയില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. മഹാന്മാരുടെ ദുആ ഖുർആനിലില്ലേ? സാലിഹീങ്ങളായ മക്കളെത്താ അല്ലാ. മക്കള് സാലിഹാകണം. ആണായാലും വിരോധമില്ല, പെണ്ണായാലും തിരക്കേടില്ല. മക്കള് സാലിഹീങ്ങളാകണം. ഉമ്മാക്ക് ദ്വാരക്കുന്ന ഉപ്പാക്ക് ദ്വാരക്കുന്ന സാലിഹീങ്ങളായ മക്കളാകണം. അങ്ങനെ കൊതിക്കണം. മക്കളെ കൊണ്ട് ഒരിക്കലും എൻ്റെ മൈഷത്തിന്, എന്നെ നോക്കാൻ, വയസ്സാകുമ്പോ ഖിദ്മത്തെടുക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ള ഉദ്ദേശങ്ങൾ വെച്ചവരുടെ മക്കള് സാലിഹീങ്ങളാകൽ കുറവാണ്. തുടക്കത്തിലെ നീയത്ത് എന്തു വേണം? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അല്ലാഹ് ദുആ അതാകണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അവിടെയും ആണ് പെണ്ണ് നില്ല. മക്കളെ കൊണ്ട് കൺകുളിർമയാവുക, മക്കളെ കൊണ്ട് സന്തോഷമാവുക. പെണ്ണാവുക എന്നുള്ളത് കുറവല്ല, ആണാവുക എന്നുള്ളത് അഭിമാനമല്ല. ആൺമക്കളായതുകൊണ്ട് സങ്കടത്തിലായവരുണ്ട്, പെണ്ണുമക്കളായതുകൊണ്ട് ആനന്ദത്തിലുള്ളവരുണ്ട്. കെട്ടിച്ചു കൊടുക്കുന്നത് വരെ പ്രയാസമെങ്കിലും പെൺമക്കൾ വലിയ ഔദാര്യമാണ്, വലിയ സ്നേഹമാണ്. ഏതുമാകട്ടെ, നമ്മെ എല്ലാവരെയും പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബ് നമുക്ക് വിജയം തരുന്നത് എപ്പോഴാണ്? നമ്മൾ വിജയിക്കുന്നത് എപ്പോഴാണ്? ആൺമക്കളെ കൊണ്ടല്ല, വലിയ വീട് കൊണ്ടല്ല, വലിയ ആഡംബരങ്ങളെ കൊണ്ടല്ല, വലിയ സുഖങ്ങളെ കൊണ്ടല്ല. പിന്നെ നമ്മൾ വിജയിക്കുന്നത് എപ്പോഴാണ്? വിജയിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്. വിജയിക്കുന്നത് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തുമ്പോഴാണ്. സ്വർഗമാണ് വിജയത്തിന്റെ ഇടം, സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് എത്തണം. നമ്മുടേതെല്ലാം സ്വർഗത്തിലേക്ക് എത്താനുള്ള, ആ സ്വർഗത്തിൽ ഖാലിഖായ റബ്ബിനെ കാണാനുള്ള ഒരുക്കങ്ങളാണ്. മഹാന്മാര് പറഞ്ഞു, എനിക്ക് സ്വർഗം ആഗ്രഹമല്ല, നരകത്തെ പേടിയുമില്ല, എനിക്ക് വേണ്ടത് അള്ളാന്റെ പൊരുത്തമാണ്, അള്ളാഹുവിനെ കാണലാണ്, റബ്ബിന്റെ ലിഖാ, റബ്ബിനെ കാണലാണ്. അതുകൊണ്ട് സലുല്ലാഹ ജന്നത്തൽ ഫിർദൗസ്. കുറച്ച് സ്വർഗം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്വർഗീയ സ്ത്രീകളെ പറ്റി പറയാം. അള്ളാഹുവിനോട് ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നാത്തുൽ ഫിർദൗസിൽ ആരുണ്ട്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്നു, ഞാൻ അവിടെയുണ്ട്. നിങ്ങളെല്ലാരും അല്ലാഹുവോട് ചോദിക്കുമ്പോ
ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ. നമ്മൾ അങ്ങനെയാണോ? നമ്മള് ഗൾഫുകാരനോട് ചോദിക്കുന്ന ഒരാൾ, ഞാൻ അങ്ങോട്ട് വരട്ട, എങ്ങനെയുണ്ട് ഇപ്പൊ ജുബൈലല്ല, എങ്ങനെയുണ്ട് ഉഷാറ, ഖത്തറിൽ എങ്ങനെ, ഞാൻ പഠിച്ചോനെ ഉസ്താദേ, അല്ലെങ്കിൽ ഞാൻ പോയിട്ടേ തോറ്റ്, നിങ്ങൾ ആരും വരില്ല, അങ്ങനെയാ പറയല്. പിന്നെ ഏതൊന്നിലും മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോ നമ്മളെ കാണും താഴ്ന്ന ലെവലിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഓട്ടോറിക്ഷക്കാരനോട് ചോദിക്കുന്ന ഒരാൾ, ഓട്ടോറിക്ഷ എടുത്താൽ എന്തേ, ഓൻ പറയുന്നു യാ റബ്ബ് വാടകയില്ല, എന്തുമില്ല, ഞാൻ റിക്ഷ വിൽക്കാൻ നിൽക്കുന്നു പറഞ്ഞിട്ട് ഒരാഴ്ച മോൻ പുതിയ റിക്ഷ വാങ്ങുന്നു. പക്ഷേ ഒരാളും അവരുടെ കാര്യങ്ങളെ പോലെ ആകണമെന്ന് കൊതിക്കൽ കുറവാണ്. അങ്ങനെ കൊതിക്കണം. വാഹിബ്ബലിന്നാസ്, ജനങ്ങൾക്കെല്ലാവർക്കും നീ കൊതിക്കണം. എന്ത് കൊതിക്കണം? നിനക്ക് നീ എന്താ കൊതിക്കുന്നത് അതുപോലെ എല്ലാവർക്കും നീ കൊതിക്കണമെന്നാൽ നീ പൂർണ്ണ മുഅ്മിനാകുന്നു. ഹബീബ് തങ്ങൾ പറയുന്നു, സുഖാഡംബരങ്ങളുള്ള ഖാലിഖായ റബ്ബിനെ കാണാൻ കഴിയുന്ന മനോഹരമായ ജന്നാത്തുൽ ഫിർദൗസില്ലയോ, അത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ. ഒരു ദിവസം 3 തവണ അള്ളാഹിനോട് സ്വർഗം ചോദിക്കണം, 3 തവണ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അവൻ അന്നെങ്ങാനും മരിച്ചുപോയാൽ അവർ സ്വർഗത്തിലാണ്. 3 തവണ ചോദിച്ചാൽ 4ാമത്തെ തവണ സ്വർഗം പറയും, അല്ലാഹുവേ അല്ലാഹുമ്മ അദ്ഖിൽഹു ഫിയാ, അവനെ നീ എന്നിലേക്ക് കടത്തുക അല്ലാ. ഓരോ ദിവസവും രാവിലെയോ രാത്രിയോ സൗകര്യം കിട്ടുമ്പോ 3 തവണ അല്ലാ സ്വർഗം താ അല്ലാ, നരകത്തെ തൊട്ട് കാക്കുക അല്ലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഇത് 3 തവണ എല്ലാ ദിവസവും. അറബി അറിയാത്ത ആളുകള് അല്ലാ നീ എനിക്ക് സ്വർഗം താ അല്ലാ, സ്വർഗം താ അല്ലാ, സ്വർഗം താ അല്ലാ, നരകത്തെ തൊട്ട് കാക്കുക അല്ലാ, നരകത്തെ തൊട്ട് കാക്കുക അല്ലാ എന്ന് 3 തവണ ചൊല്ലിയാൽ അവനന്ന് മരിച്ചു പോയാൽ അവന് സ്വർഗമാണ്. അതുകൊണ്ട് മറക്കാതെ 3 തവണ സ്വർഗം ചോദിക്കണം, 3 തവണ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. റമളാൻ മാസത്തിലൊക്കെ നമ്മൾ ചെല്ലാളില്ലേ, ഇടക്കിടക്ക് അത് ചെല്ലുന്നത് നല്ലതാണ്. അറിയാത്തോർ ചെല്ലാൻ നിൽക്കണ്ട, അറിയാത്തോർ ചോദിച്ച് പഠിക്കുക. ചില ആളെല്ലാം തറാവീന്റെ സ്പീഡിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ നാർ, അതിന്റെ ഇടയിൽ എന്നിട്ട് ചില ആൾക്കറിയില്ല. ഇപ്പൊ എന്തായി? അല്ലാഹുമ്മ ഇന്നി അസ്അലുക എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ നാർ, പഠിച്ചോനെ റമളാൻ മാസത്തിൽ അല്ലാഹുവോട് ചോദിക്കുന്ന, പഠിച്ചോനെ നരകം കൊണ്ട അല്ലാ. അറിയുന്നില്ലേ? മിണ്ടാതിരിക്കണം, അധിക പ്രസംഗാക്കാൻ പോകുമ്പോണ്ട. ചില ആൾ അറിയാത്തല പറയുന്നെ റമളാൻ മാസല്ലേ വരാൻ പോകുന്ന എടുത്തിട്ട് അല്ലാഹുമ്മ ഇന്നി അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ അഫ്വ അന്നി, കുറെ ആഫ് 2 ആഫ് കൂട്ടിയിട്ട് അല്ലേ. അറിയാത്തത് പറയണ്ട, ചോദിച്ചു പഠിക്കുക, ചോദിച്ചു പഠിക്കണം, ചൊല്ലി പഠിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മനോഹരങ്ങളായ ദിക്റുകളാണ്, അതിനെ തെറ്റിപ്പറയരുത്. അതുകൊണ്ട് അല്ലാഹുവോട് സ്വർഗം ചോദിക്കാൻ മടി കാണിക്കരുത്, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ മടി കാണിക്കരുത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, നരകത്തെ തൊട്ട് കാവൽ നൽകണം അല്ലാ. മുത്തുമുഅ്മിനീങ്ങളെ, സ്വർഗം വലിയ അനുഗ്രഹമാണ്. മഹാന്മാര് പറയുന്നു, ഊഹിക്കാൻ കഴിയുന്നതല്ല സ്വർഗം, മനസ്സിൽ വിചാരിക്കാൻ കഴിയുന്നതല്ല സ്വർഗം, വിവരിച്ചു കൊടുക്കാൻ പറ്റിയതല്ല സ്വർഗം, വാക്കുകളെ കൊണ്ട് വർണ്ണിച്ച് തീർക്കാൻ കഴിവുള്ളതല്ല സ്വർഗം. സ്വർഗം നരകത്തെക്കാളും കൂടുതൽ സ്വർഗത്തെ പറയണം. മഹാന്മാര് പറയുന്നു, നരകത്തെ അല്ല കൂടുതൽ പറയേണ്ടത്, സ്വർഗത്തെയാണ് കൂടുതൽ പറയേണ്ടത്.
റബ്ബിന്റെ അദാബല്ല കൂടുതൽ പറയേണ്ടത്, റബ്ബിന്റെ റഹ്മത്താണ് കൂടുതൽ പറയേണ്ടത്. അല്ലാഹുവിന്റെ സ്വർഗം അത് അനുഗ്രഹമാണ്. റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തണം വർണ്ണിക്കാൻ. അതൊരു വർണ്ണിക്കാൻ കഴിവുള്ള ഒന്നല്ല, വിശദീകരിച്ച് പറയാൻ പറ്റിയ ഒന്നല്ല. സ്വർഗം അനുഗ്രഹമാണ്, സ്വർഗം ആനന്ദമാണ്, സ്വർഗം സന്തോഷമാണ്. സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാലേ സ്വർഗം എന്താന്നുള്ളത് അറിയാൻ കഴിയും. വളരെ വളരെ മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് ഒരുക്കപ്പെട്ട സ്വർഗം എങ്ങനെയാണെന്നറിയോ? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഒരുപാട് വിശേഷണങ്ങളുണ്ട്. സൂറത്ത്, പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളിൽ ഉടനീളം സ്വർഗത്തെ പറ്റി ഓരോന്നായിട്ട് വ്യത്യസ്തങ്ങളായിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. ഫിന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ. ഒരുപാട് അസ്ഹാബുൽ യമീൻ, മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മൻളൂദ്. അങ്ങനെ നീട്ടിയിട്ട് വാഖിയ സൂറത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. വമാഇം മസ്കൂബ് വഫാഖിഹത്തിൻ കസീറ. അങ്ങനെ വലിയ വലിയ വിശേഷണങ്ങൾ ഓരോന്നും പറയുന്നു. അടുത്തടുത്ത് കൊലക്കുന്ന വാഴകളുണ്ട് സ്വർഗത്തില്, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളുണ്ട് സ്വർഗത്തില്, വിശാലമായ തണലുണ്ട് സ്വർഗത്തില്, സദാ ഒഴുകുന്ന വെള്ളമുണ്ട് സ്വർഗത്തില്. അതുപോലെ ഒരുപാട് നിലക്കാത്ത ഫ്രൂട്ട്സുകളുണ്ട് സ്വർഗത്തില്. ഉയർന്നതായ ബെഡുകൾ, മെത്തകളുണ്ട് സ്വർഗത്തില്. അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് സ്വർഗത്തില്. അങ്ങനെ ഒരുപാട് വാഖിയ സൂറത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ വിശേഷിക്കുന്നുണ്ട്. അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, സ്വർഗം അനുഗ്രഹമാണ്. സ്വർഗത്തിൽ റഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു. ഫകാന ആമതു മൻ ദഖലഹാ അൽ മസാകീൻ. സ്വർഗത്തിലേക്ക് കൂട്ടമായി കടന്നുകൊണ്ടിരിക്കുന്നത് മിസ്കീന്മാരാണ്, പാവപ്പെട്ടവരാണ്. സ്വർഗത്തിലേക്ക് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് പാവങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് കൂട്ടമായി ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്ന ആരാണ്? അൽ മസാകീൻ, പാവങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, പാവങ്ങളോട് മഹബത്ത് വേണേ, പാവങ്ങളെ ഇഷ്ടം വെക്കണേ. കാരണം അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വ അമിത്നി മിസ്കീനാ. അല്ലാ, മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, മിസ്കീന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണം. എന്തിനാണ്? മിസ്കീനാണ് സ്വർഗമുള്ളത്. ആദ്യം സ്വർഗത്തിൽ പോകുന്നവർ പാവങ്ങളാണ്, വിപികളല്ല, പണക്കാരല്ല, നേതാക്കന്മാരല്ല, ആരല്ല. പിന്നെ ആരാ? പാവങ്ങളാണ്, മിസ്കീന്മാരാണ്. പണക്കാരോ കോടീശ്വരന്മാരോ മഹ്ബൂസൂൻ, അവർ മഹ്ശറിൽ പിടിച്ചു നിർത്തപ്പെട്ടവരാണ്. അവർക്ക് ആയിരക്കണക്കിന് കൊല്ലം ഹിസാബുണ്ട്, ചോദ്യമുണ്ട്. അവർ അവിടെ ബാക്കിയുണ്ട്. പാവങ്ങളോ, ആ പാവങ്ങൾ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാവങ്ങളായതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വിഷമിക്കേണ്ടതില്ല. പാവങ്ങളാണ് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളാകണം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ വിഷയങ്ങളെല്ലാം, നമ്മുടെ വാക്കുകളെല്ലാം, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം സ്വർഗത്തിലേക്ക് പോകാനുള്ളതാകണം. സ്വർഗത്തിലേക്ക് പോകാൻ എന്ത് വേണമെന്നോ? ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, നമ്മളൊക്കെ കേട്ട് കാണുമല്ലോ ധാരാളം.
കൃത്യമായി 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്നവരാരോ, നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരാരോ, നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കുന്നവരാരോ, പെണ്ണുങ്ങളെ പറ്റിയിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. ഏതൊരു പെണ്ണാണോ അവരെ നരകത്തിലേക്ക് വിളിച്ചറിയപ്പെടുന്നവരാണ്. മഹ്ശറയിൽ അവർക്ക് യാതനാജനകമായ ശിക്ഷയാണ്. ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയപ്പെടുകയാണ്. നിസ്കാരം വേണം. ഒരു പെണ്ണായവൾ കൃത്യമായി നിസ്കാരം നിർബന്ധമുള്ള ദിവസങ്ങളിൽ ഖലാക്കാതെ മനോഹരമായി ഖലാക്കിയിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഫസൗഫ യൽഖൗന ഖയ്യാ, നിസ്കാരത്തിൽ അലസതയുള്ളവർ, നിസ്കാരം ഖലാക്കുന്നവർ, അവർക്ക് ഗയ്യ് എന്ന് പറഞ്ഞ നരകമാണ്. വല്ലാത്ത കടുപ്പമുള്ള നരകമാണ് ഗയ്യ്. ഗയ്യിൽ എറിയപ്പെടുകയാണ്. നിസ്കാരം ശ്രദ്ധിക്കാത്തവർ, നിസ്കാരത്തിന്റെ ഓർമ്മയില്ലാത്തവർക്ക് സ്വർഗമില്ല. സ്വർഗം വേണോ? കൃത്യമായി നിസ്കരിക്കണേ ഉമ്മ, നിസ്കരിക്കണേ രക്ഷിതാക്കളെ. കല്യാണമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല, മൊയിലാഞ്ചി ഉണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല, തിരിച്ചുകൂട്ടലുണ്ടെങ്കിൽ നിസ്കാരമില്ല, അപ്പത്തമംഗലത്തിന്റെ പേരിൽ നിസ്കാരമില്ല, പ്രോഗ്രാമുകളുടെ പേരിൽ നിസ്കാരമില്ല, മക്കൾ പഠിക്കുന്ന സ്കൂളിൽ, കോളേജിൽ, സ്കൂൾ ഡേകളിൽ പോയി കുത്തിരിക്കുന്നു, നിസ്കാരമില്ല. റമളാൻ മാസത്തിൽ പോലോ നിസ്കാരം ഖലാക്കുന്നവരുണ്ട്. ഉമ്മാ, നിസ്കാരം ഖലാക്കിയവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവരുടെ ജീവിതത്തിൽ ബറക്കത്തില്ല. അവർക്ക് അല്ലാഹു കാവൽ നൽകുന്നില്ല. അവർക്ക് അല്ലാഹു സന്തോഷം തരുന്നില്ല. അതുകൊണ്ട് നിസ്കാരമാണ് വലുത്. നിസ്കാരം ആനന്ദമാണ്. നിസ്കാരം ആശ്വാസമാണ്. സ്വർഗത്തിലേക്ക് വേണ്ടതും അതാ. ഫർളിന്റെ കൂടെ ധാരാളം സുന്നത്തുകളും നിസ്കാരം ധാരാളം കാഴ്ചവെക്കണം. സ്വർഗത്തിലെ ഹൂറികൾക്കുള്ള മഹർ ഗസാലി ഇമാം പറയുന്നു, തഹജ്ജുദിലെ നീണ്ട നൃത്തമാണ്, സുജൂദാണ്. സ്വർഗത്തിൽ കടക്കുന്നവർക്കുള്ള ലക്ഷണം മഹാന്മാര് പറയുന്നു, സുജൂദിൽ ഒരുപാട് നേരം സുജൂദിൽ കിടക്കുന്നവരാരോ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ? ധാരാളം നേരം സുജൂദിൽ കിടക്കണം. അത് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലാണ് നല്ലത്. ഒരുപാട് സമയം സുജൂദിൽ കിടക്കുക. നീണ്ട സുജൂദ് സ്വർഗത്തിലേക്കുള്ള കാതിൽ തുറക്കലാണ്. നീണ്ട സുജൂദ് ചെയ്യുക, സുജൂദിൽ കിടന്നിട്ട് കരയുക, സുജൂദിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. എന്നാൽ സ്വർഗത്തിൽ എളുപ്പത്തിൽ പോകാമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഫർള് നിസ്കാരങ്ങൾ ഖലാക്കരുത്. കൂടെ സുന്നത്തുകൾ. സ്വർഗത്തില് ളുഹാ എന്ന പേരുള്ളൊരു വാതിലുണ്ട്. ഐനല്ലദീന വിളിക്കപ്പെടുകയാണ്. എവിടെ ഒരു കൂട്ടര്? ആരാണ് അവർ? ദായിമയാക്കിയവരാണ്, കൊണ്ടു നടന്നവരാണ്. സ്വലാത്തുൽ ളുഹാ, സുന്നത്തായ ളുഹാ നിസ്കാരം എപ്പോഴും നിർവഹിച്ചവരാരോ. ളുഹാ എന്ന് പറയുന്നൊരു വാതിലുണ്ട് സ്വർഗത്തില്. ളുഹാ നിസ്കാരം മുടങ്ങാതെ കൊണ്ടു നടന്നവർ, അവർക്ക് ആ വാതിലിലൂടെ വരുവീൻ. നിങ്ങൾ ളുഹാ നിസ്കാരം കൊണ്ടു നടന്നവരല്ലേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. തഹജ്ജുദും ളുഹായും സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. തഹജ്ജുദ് നിസ്കാരം ആനന്ദമാണ്, ടെൻഷനുകൾക്കുള്ള പരിഹാരമാണ്, ബുദ്ധിമുട്ടുകൾ തീരാൻ നല്ലതാണ്, കടങ്ങൾ വീട്ടിൽ കിട്ടാൻ നല്ലതാണ്, മനസ്സമാധാനമില്ലാതെ കഴിയുന്നവർക്ക് സമാധാനം കിട്ടാൻ തഹജ്ജുദ് നിസ്കാരം ഫലപ്രദമാണ്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, മലക്കുകളുടെ കാവലുണ്ടാകാൻ, എല്ലാത്തിനും ഉള്ളതാണ് തഹജ്ജുദ്. ളുഹായോ സകലമാന കെണിപ്പുകൾ, വേദന, കയ്യുകാല് കടച്ചില്, അല്ലേ, നടുവേദന, മുട്ടുവേദന, ഇതിനൊക്കെ എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. മുട്ടുവേദന മാറാൻ ളുഹാസ്കരിക്കരുത്. നടുവേദന മാറാൻ ളുഹാസ്കരിക്കരുത്. ളുഹാസ്കാരം കൊണ്ടുള്ള ഫായിദകളാണ്. അല്ലാഹ്ക്കും വേണ്ടി
സ്വർഗം കിട്ടാൻ വേണ്ടി റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ളുഹാ നിസ്കരിച്ചോ ഉമ്മ, നടുവേദന, ഊരവേദന, കൈകാല് കടച്ചില്, ഇപ്പൊ എന്താ കൈകാല് കടച്ചിലൊക്കെയായി അല്ലെങ്കിൽ മുട്ടുവേദനയായി ഒക്കെ ആയാൽ വേഗം പോയിട്ട് ആരെങ്കിലും ചികിത്സന്റെ ഓരെടുത്ത് പോയിട്ടാ, ഇനി കണിയാണിന്റെ അടുത്ത് പോയിട്ടെങ്കിലും ശരി, മറ്റേ കാഫിര്യങ്ങളുടെ അടുത്താണെങ്കിലും ശരി, പോയിട്ട് പറയും ഒന്ന് കണക്ക് നോക്കണോ, നല്ലോണം കൈകാല് കടച്ചിലുണ്ട്. അപ്പോ ഒരു പറയുന്നു ബുദ്ധിമുട്ടാക്കിനീന്ന്, ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് കച്ചവടമില്ല, ബുദ്ധിമുട്ടുണ്ട്, ശരിയാക്കി തരാം, 7000 റുപ്യന്റെ ചെലവുണ്ട്, എനിക്ക് നിങ്ങൾ തന്നെങ്കോ ആവും തന്നില്ലെങ്കോ ആവും. ഈ 7000 റുപ്യ ആയിരിക്കും അയാൾക്ക് തന്നെ. പിന്നെ പയ്യക്ക തന്നെങ്കോ തന്നില്ലെങ്കിലും ആവും ഈ രൂപത്തില്. സംശയം അത് വേണ്ട. കൈകാലുകൾ കടച്ചിലുകൾ വേദനകൾ എല്ലാത്തിനും അല്ലാണാളെ സുഖലോക സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടാൻ ളുഹാ നിസ്കാരം ആദത്താക്കിയത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് മഹാന്മാര് പറയുമ്പോ ഫർള് നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എത്ര സദഖ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. ഫർള് നിസ്കാരമാണ്. ഇദാ സ്വല്ലത്തിൽ മറതു ഖംസഹാ, 5 നേരം നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുന്നവരാകണേ. നിസ്കാരം കളാവരുത്, നിസ്കാരം കളായി പോകരുത്. നിസ്കാരം കളാകരുത്. ഉമ്മമാരൊക്കെ അങ്ങനല്ലേ? ഇന്ന് ചില ഉമ്മമാരൊക്കെ ളുഹൂർ നിസ്കരിക്കല് 3:45, ളുഹൂറിന്റെ ഉളു ഉണ്ട്, അസർ കിട്ടണം. അസർ നിസ്കരിക്കൽ 6:10. എന്തേ? അസറിന്റെ ഉളു കൊണ്ട് മഗ്‌രിബ് കിട്ടണം. ഇങ്ങനെ ഒന്നിലേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇരിക്കും. നിസ്കാര കുപ്പായിൽ ഇട്ടിട്ട് മാലെല്ലാം പിടിച്ചിട്ട് വാങ്ങൊടുത്താ കേട്ടപ്പോളെ ഉപ്പ റിപ്ലൈയാക്കണോ, എന്റെ ചൂട് പൊട്ടീനാ ബാങ്ക് കൊടുത്താതല്ല കേട്ട. കേട്ടപ്പോളെ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞോളണം. ഒറ്റ അതേ നിസ്കാര കുപ്പായത്തിൽ തന്നെ. ചില പെണ്ണുങ്ങളെല്ലാം അങ്ങല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് കുപ്പായത്തിലെല്ലാം മടക്കിയിട്ട് ഒരു ഏറുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് തേടും വേണ്ട എന്ത് ഷാവിന്റെ ദൂത്ത നിസ്കാര കുപ്പായ മുസല്ലല്ലോ ഓടക്ക് പോന്നെയാന്തോ, ഏടെ വെച്ചെങ്കിലും കാണുന്നില്ല. കൊറേ കഴിഞ്ഞ് നോക്കുമ്പോഴാ കിട്ടി. അതിനെങ്ങാനും മനുഷ്യന് മണത്തുപോയെങ്കിൽ ആർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ സീത പോയത്. അങ്ങനത്തെ സ്മെല്ല് ചണ്ടിയായിട്ട് ഈനിലിട്ടിട്ട് മുദ്ദാക്കിയിട്ട് മുസല്ലന്റെ ഉള്ളില് ബൽത്ത മക്കനയും അല്ല ബൽത്ത നിസ്കാര കുപ്പായവും കറുത്ത മക്കനയും. അതെന്തിന്റെ കറുപ്പല്ല, കരിമ്പാറ്റ പൊടിച്ചിട്ട് കറുത്തിട്ട് പോയിന് നിസ്കാര കുപ്പായ. പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുന്നു, മംഗലത്തിന് എടുക്കുന്നു, നിസ്കാര കുപ്പായത്തിന് പിന്നുമുള്ളു കുത്തിയിട്ട്. പിന്നെ റമളാനിലെ ക്ലാസ് എടുക്കുമ്പോ ചോദ്യം, ഉസ്താദെ നിസ്കാര കുപ്പായത്തിന് ഉജാള മുക്കുന്നത് അലാല അറാമ കറായത്താണ്. ആയെങ്കും പുതിയതെടുക്കലാന്ന്. സാരിയാ, സാരി പട്ട് സാരി, മെൻസ് സാരി, മറ്റേ സാരി, എല്ലാ സാരി അട്ടിയുണ്ട്. ആരെങ്കിലും ബിർന്നർ വന്നിട്ട് നിസ്കാര കുപ്പായ ഉണ്ടാന്ന് കേൾക്കുമ്പോ ഞാൻ മിന്നുണ്ട് അയാളോട് ചെന്നൊരു നിസ്കാര കുപ്പായ കൊണ്ട് ഇത് ബെടക്കയിന് കീറിന്. ഈ ആണുങ്ങൾക്ക് ഇനി പുറത്തുണ്ടാ, ഈ ബാക്കിയെല്ലാം ആണുങ്ങ കൊടുന്നെ. ഈ പറഞ്ഞ ഈ കപാട്ട് നിറച്ചുള്ളതെല്ലാം ആണുങ്ങ കൊടുന്നതാ. നിസ്കാര കുപ്പായ എന്തെങ്കിലും ആണുങ്ങ കൊണ്ടുവരാൻ. ഇടക്കിടക്ക് റമളാനാകുമ്പോ പെരുന്നാളിന് വേണ്ടി ഡ്രസ്സിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരില്ലേ? റമളാൻ വരുന്നതിന് മുമ്പ് മനോഹരമായ നിസ്കാര കുപ്പായം ഒക്കെ ഉണ്ടാക്കണം. നിസ്കാരത്തിന് താല്പര്യമുള്ളവർ നിസ്കരിക്കാനുള്ള വിഷയങ്ങളിൽ എല്ലാ അർത്ഥത്തിലും നല്ല സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, നല്ല സൂക്ഷ്മതയോടെ. സൂക്ഷ്മത എന്ന് പറഞ്ഞെങ്കിൽ വസ്വാസല്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട്, കുളിച്ചിട്ട് വന്നിട്ട് കണ്ണാടിയെല്ലാം നോക്കുന്ന പോയെങ്കിൽ പോയ തന്നെ 1 മണിക്കൂർ 1.25 മണിക്കൂറല്ല ബാത്റൂമിൽ. ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ഇടല്ല ബാത്റൂം. ശൈത്താന്മാരുടെ കേന്ദ്രമാണ്, അവരുടെ വാസസ്ഥലമാണ്. വേഗം പോകണം, വേഗം വരണം. ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ പോയാലും ടോയ്ലറ്റിലേക്ക് പോയാലും വേഗം ഉള്ളിൽ നിന്നും പുറത്തു വരണം. അതാണ് ഖൈറ്. അല്ലാതെ പോയാൽ വസ്വാസ് അല്ലേ?
ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടല്ല, വെള്ളം കണ്ടാൽ വസ്വാസ്, പാത്രം കഴുകിയാൽ പിന്നെയും കഴുകുന്ന, കൈ കഴുകിയാൽ പിന്നെയും കഴുകുന്ന, ഒള്ളോടുത്തിട്ട് വന്നിട്ട് നിസ്കാരക്കൊപ്പായിൽ ഇട്ടിട്ടാകുമ്പോ വയ്യക്ക് കാല് ശരിക്ക് കൈന വയ്യക്ക് സംശയം സുറൂന്ന് വയ്യക്ക് ഒള്ളോടുത്തിട്ട് വന്നിട്ട് നോക്കുമ്പോ വയ്യക്ക് വസ്വാസ്, പാട്ട് കിടാവ് മൂത്രവിത്ത് അയിലമിട്ട് ചവിട്ടിയാന്ന് വയ്യക്ക് പോയിട്ട് കാല് കൈ. ഇങ്ങനെ ഒരു ജാതി പണ്ടൊരാള് ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് പോയപ്പോ 10:15 അയാൾ ബക്കറ്റ് എടുത്തോണ്ട് പോന്നെ കാണുന്നു കുളത്തിന്റെ അടുത്തേക്ക്. ഞാൻ കേട്ട അയാൾ ഉടക്ക് വന്നേന്ന്. അപ്പൊ അയാൾ ചെല്ലു ഉസ്താദ് ലുഹുർ കൊളു കൊടുക്കാൻ പോന്നെ അയാള്. എപ്പോ 10:15 ബാൽദി എടുത്തോണ്ട് പോയെങ്കിൽ ലുഹുർ അമ്മ അയാൾ കൊളു കിട്ടുന്നു. പടച്ചോൻ കാക്കണം, അള്ളാഹു നീ കാക്കട്ട്, അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ട്. വസ്വാസ് നല്ലതല്ല, സൂക്ഷ്മത നല്ലതാണ്. അത് നിസ്കാര